നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. താരസംഘടന അമ്മ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെച്ചു. ഭരണസമിതിയും പിരിച്ചുവിട്ടു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പാലക്കാട് നഗരത്തിൽ മഹാശോഭയാത്ര. ഓണം അടുത്തു. സ്പെഷ്യൽ ട്രെയിനുകൾ കേരളത്തിനില്ല. മുണ്ടൂർ പൂതനൂരിൽ 3 വയസ്സുകാരിക്ക് തെരുവുനായയുടെ കടിയേറ്റു. വാർത്തകൾ വിശദമായി. താരസംഘടനയായ അമ്മയിൽ പ്രശ്നം രൂക്ഷമാകുന്നു. മോഹൻലാൽ രാജിവെച്ചു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന വെളിപ്പെടുത്തലുകളുടെയും ആരോപണങ്ങളെയും തുടർന്ന് താരസംഘടനയായ അമ്മയിൽ പ്രശ്നം രൂക്ഷമാകുന്നു. നടൻ മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു. നിരവധി താരങ്ങൾ സംഘടനയിൽ നിന്ന് രാജിവെച്ചതായാണ് സൂചന. നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് അടക്കം നിരവധി അംഗങ്ങൾ രാജിവെച്ചതെന്നാണ് വിവരം. ലൈംഗികാതിക്രമ പരാതി ഉയർന്നതിനെ തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സംഘടനയിൽ നിന്ന് രാജിവെച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നുവെന്ന് പ്രസിഡന്റ് മോഹൻലാൽ പുറത്തിറക്കിയ രാജിക്കത്തിൽ വ്യക്തമാക്കി. 2 മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും. അമ്മ 1-ാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകിപ്പോരുന്ന സഹായവും അമ്മയുടെ സമാദരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും. അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് രാജിയെന്നും മോഹൻലാൽ പറഞ്ഞു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പാലക്കാട് നഗരത്തിൽ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാശോഭയാത്ര നടത്തി. ഇന്നലെ വൈകുന്നേരം ചിന്മയ തപോവനത്തിന് മുന്നിൽ നിന്നും കോട്ടയ്ക്കകം ആഞ്ജനേയ ക്ഷേത്രം വരെ നടത്തിയ മഹാശോഭയാത്രയിൽ 100 കണക്കിന് കുട്ടികൾ ശ്രീകൃഷ്ണവേഷം ധരിച്ച് പങ്കെടുത്തു. ബാലഗോകുലം ജില്ലാ സമിതി ഭാരവാഹികൾ മഹാശോഭയാത്രയ്ക്ക് നേതൃത്വം നൽകി. 12 സ്ഥലങ്ങളിൽ നിന്നുള്ള 58 ശോഭായാത്രകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സഞ്ചരിച്ചാണ് മഹാശോഭയാത്രയിൽ അണിചേർന്നത്. ശോഭയാത്രയോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം രാഷ്ട്രീയ സ്വയം സേവക് സംഘ് വിഭാഗ് സംഘചാലക് VK സോമസുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. NSS കോളേജ് പ്രിൻസിപ്പൽ NR രാജീവ് അധ്യക്ഷനായി. നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ ശോഭയാത്രയുടെ പതാക കൈമാറി. സഹസംഘചാലക് അഡ്വക്കേറ്റ് ജയറാം മനവേന്ദ്ര യോഗാതിരിപ്പാട്, ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ K മുരളീകൃഷ്ണൻ, T ഇന്ദിര, T മുരളീധരൻ, V ശ്രീകുമാർ, MP രൂപേഷ് എന്നിവർ പങ്കെടുത്തു. ഓണമെടുത്തിട്ടും കേരളത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കാതെ റെയിൽവേ. പ്രധാന ട്രെയിനുകളിൽ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് 100-ന് മുകളിലായി. ബുക്കിംഗ് തുടങ്ങിയ ദിവസങ്ങൾക്കകം സ്ലീപ്പർ ടിക്കറ്റുകളും AC ടിക്കറ്റുകളും തീർന്നു. ഇതോടെ ബാംഗ്ലൂരുവിലും ചെന്നൈയിലും അടക്കമുള്ള മലയാളികൾക്ക് ഓണക്കാലത്ത് നാട്ടിലെത്താനും മടങ്ങാനും ബുദ്ധിമുട്ടാകും. ഓണക്കാലത്ത് ടിക്കറ്റ് റദ്ദാക്കാനുള്ള സാധ്യതയും കുറവാണ്. ഓണക്കാല ടൂറിസത്തിന്റെ ഭാഗമായി ആളുകൾ എത്തുന്നതും ടിക്കറ്റ് ലഭ്യതയെ ബാധിക്കുന്നുണ്ട്. തിരക്ക് കുറയ്ക്കാൻ ദക്ഷിണ റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കാറുണ്ട്. ചെന്നൈ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചിട്ടില്ല. യാത്ര വേഗത്തിലാക്കാനെന്ന് കൊട്ടിഘോഷിച്ച് റെയിൽവേ നൽകിയ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് പ്രത്യേക സർവീസ് തിങ്കളാഴ്ച അവസാനിച്ചു. ഇത് ഓണം സർവീസായി നീട്ടുമെന്ന് വാഗ്ദാനമുണ്ടായിരുന്നുവെങ്കിലും ഇതുവരെയും റെയിൽവേയുടെ അറിയിപ്പുണ്ടായിട്ടില്ല. ശനി, ഞായർ ദിവസങ്ങൾ ഈ ട്രെയിനിന് ടിക്കറ്റ് കിട്ടാത്ത സ്ഥിതിയായിരുന്നു. ഇതിനൊപ്പം ബാംഗ്ലൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന ബസ് ടിക്കറ്റ് നിരക്ക് ഉയർത്തിയിട്ടുണ്ട്. മുണ്ടൂർ പൂതനൂരിൽ 3 വയസ്സുകാരി ഉൾപ്പെടെ 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. പരിക്കേറ്റവർ കോങ്ങാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. പ്രദേശത്തെ വളർത്തുമൃഗങ്ങൾക്കും തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റു. ആക്രമിച്ച നായ്ക്ക് പേയുണ്ടെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഫോക്ലോർ ദിനാചരണവും CR രാജഗോപാൽ അനുസ്മരണവും നടത്തി. എല്ലാ തരത്തിലുള്ള ഒരു സന്തോഷകരമായ പരിപാടിയാണ്. പറഞ്ഞു CR രാജഗോപാൽ മാഷ് 25ഓളം ആളുകൾക്ക് ഡോക്ടറേറ്റ് ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു മാർഗനിർദ്ദേശമായി കൂടെ നിന്ന കാര്യം പറഞ്ഞു. അതിൽ 25ാമത്തെ ആള് ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ
നാട്ടുകലാകാരത്തിന് കൂടി പ്രവർത്തകയായിട്ടുള്ള സംസ്ഥാന ആലുവ UC കോളേജ് മലയാള വിഭാഗം, തൃശൂർ നാട്ടറിവ് പഠന കേന്ദ്രം, കരുമാലൂർ പോലിക എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഫോക്ലോർ ദിനാചരണവും ഡോക്ടർ CR രാജഗോപാൽ അനുസ്മരണവും നടത്തി. നാട്ടറിവ് ആശാന്മാരെ ആദരിച്ചു. പ്രിൻസിപ്പൽ മിനി ആലിസ് ഉദ്ഘാടനം ചെയ്തു. വകുപ്പ് മേധാവി ഡോക്ടർ സിബു മോഡയിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ES സതീശൻ, VK ശ്രീധരൻ, KS സവാദ്, വിനോദ് M നമ്പ്യാർ, ബിബിൻ പൊലിക, പ്രശാന്ത് പങ്കൻ എന്നിവർ സംസാരിച്ചു. പൊലിക നാടൻ പാട്ടുകളും അവതരിപ്പിച്ചു. ഓണാവധിക്കാലം അടിച്ചുപൊളിയാക്കാൻ KSRTC ഒരുങ്ങി. കുറഞ്ഞ ചെലവിൽ കിടിലൻ പാക്കേജുകളാണ് ബജറ്റ് ടൂറിസത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ശക്തമായ മഴയെ തുടർന്ന് അടച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നതോടെ ഓണത്തിന് സഞ്ചാരികളുടെ തിരക്കേറും. KSRTCയിൽ 21 മുതൽ ബുക്കിംഗ് ആരംഭിച്ചു. സെപ്റ്റംബർ 1 മുതൽ 11 വരെയാണ് ഓണം യാത്ര. 9 യാത്രകളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നെല്ലിയാമ്പതിയിലേക്കാണ് 4 യാത്രകൾ. പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം, ആറന്മുള വള്ളസദ്യ, സൈലന്റ് വാലി എന്നിവിടങ്ങളിലേക്ക് ആവശ്യം പരിഗണിച്ച് കൂടുതൽ യാത്രകൾ ക്രമീകരിക്കുന്നുണ്ട്. മൂന്നാർ യാത്രയിൽ മാട്ടുപ്പെട്ടി ഡാം, ഇക്കോ പോയിന്റ്, ടീ ഫാക്ടറി, ഗ്യാപ് റോഡ്, വ്യൂ പോയിന്റുകളും, ആനയിറങ്ങൽ ഡാം, ബൊട്ടാണിക്കൽ ഗാർഡൻ, വിവിധ വെള്ളച്ചാട്ടങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെല്ലിയാമ്പതിയിൽ ഓറഞ്ച് ഫാം, കേശവൻപാറ, സീതാർകുണ്ട് വെള്ളച്ചാട്ടം, തേയിലത്തോട്ടം, പോത്തുണ്ടി ഡാം എന്നിവയും സന്ദർശിക്കും. ബുക്കിംഗിനായി 830459018701298854 എന്നീ വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് പേര്, വയസ്സ്, ട്രിപ്പ്, തീയതി, കോൺടാക്ട് നമ്പർ എന്നിവ മെസ്സേജ് ചെയ്യണം. പിന്നീട് QR കോഡ് വഴി പണമടച്ചാൽ മതിയാകും. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായവർക്ക് നഷ്ടമായ തുക പൂർണ്ണമായും തിരിച്ചു നൽകാമെന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്താൻ പോലീസ് നിർദ്ദേശം. ഓൾ ഇന്ത്യ ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന സംഘടനയുടെ പേരിൽ ഇത്തരം വാഗ്ദാനവുമായി തട്ടിപ്പിനിരയായവരെ സമീപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത്. ഇരയായവരെ തേടിയെത്തുന്ന വാട്സാപ്പുകളിലൂടെയോ ശബ്ദ സന്ദേശങ്ങളിലൂടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ട തുക മുഴുവനായും മടക്കി കിട്ടാൻ സഹായിക്കാമെന്നാണ് വാഗ്ദാനം. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷം രജിസ്ട്രേഷനായ തുക ആവശ്യപ്പെടും. ഈ തുകയ്ക്ക് GST ബിൽ നൽകുമെന്നും നഷ്ടമായ തുക 48 മണിക്കൂറിനുള്ളിൽ തിരികെ ലഭിക്കുമ്പോൾ രജിസ്ട്രേഷൻ തുകയും മടക്കി നൽകുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നവരിൽ നിന്നു തന്നെ വിവരങ്ങൾ ശേഖരിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത്. ഓൺലൈൻ തട്ടിപ്പിനിരയായാൽ ഉടൻ 1930 എന്ന നമ്പറിൽ പോലീസിനെ അറിയിക്കണം. 1 മണിക്കൂറിനകം വിവരം അറിയിച്ചാൽ പണം തിരിച്ചുപിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്.
ജില്ലയിൽ 49,230 റേഷൻ കാർഡ് ഉടമകൾക്ക് സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് ലഭിക്കും. 1,62,000 പേർക്കാണ് ഇതിന്റെ ഗുണമുണ്ടാകുക. മുൻഗണനാ വിഭാഗത്തിലെ അന്ത്യോദയ അനയോജന വിഭാഗക്കാർക്കാണ് മഞ്ഞ കാർഡ് ഇത്തവണ കിറ്റ് ലഭിക്കുക. കഴിഞ്ഞ വർഷവും മഞ്ഞ കാർഡുകൾക്കാണ് കിറ്റ് ലഭിച്ചത്. അതിനൊപ്പം മുൻവർഷത്തെ പോലെ സർക്കാർ അനാഥാലയങ്ങളിലെയും വയോജന കേന്ദ്രത്തിലെയും അന്തേവാസികൾക്കും കിറ്റ് നൽകും. 4 പേർക്ക് ഒരു കിറ്റ് എന്ന നിലയിലാണ് വിതരണം. 15 ഇനങ്ങൾ അടങ്ങിയതാണ് ഒരു കിറ്റ്. സെപ്റ്റംബറിൽ വിതരണം ആരംഭിക്കും. റേഷൻ കടകൾ വഴി ഓണത്തിന് പ്രത്യേകം അരിയും പഞ്ചസാരയും ലഭ്യമാക്കാനും സർക്കാർ ആലോചിക്കുന്നു. കൂടാതെ സപ്ലോകോയുടെ ഓണച്ചന്തകളും ജില്ലാ ഓണച്ചന്തകളും സെപ്റ്റംബർ 4-ന് ആരംഭിക്കും. ഉത്രാടം വരെ ഓണച്ചന്തകൾ പ്രവർത്തിക്കും. ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാനത്ത് വിഭാവനം ചെയ്യുന്ന സ്റ്റേഡിയം നിർമ്മാണത്തിന് സർക്കാരിന്റെ ഭരണാനുമതി. കണ്ണിയമ്പുറം സർക്കാർ സവിശേഷ വിദ്യാലയം വളപ്പിലാണ് നഗരത്തിന്റെ സ്വപ്ന പദ്ധതി നടപ്പാക്കുന്നത്. 10 കോടി രൂപ ചെലവിലാണ് പദ്ധതി. കായിക വകുപ്പിന് കീഴിലെ സ്പോർട്സ് ഫൗണ്ടേഷൻ കേരളയ്ക്കാണ് നിർമ്മാണ ചുമതല. 1 ഏക്കറിലേറെ വരുന്ന ഭൂമി നേരത്തെ കായിക വകുപ്പ് ഏറ്റെടുത്തിരുന്നു. ഭിന്നശേഷിക്കാരെ കൂടി പരിഗണിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ വിവിധോദ്ദേശ സ്റ്റേഡിയമാണ് വിഭാവനം ചെയ്യുന്നത്. റാമ്പ് സൗകര്യത്തോടെ ഇൻഡോർ ഗെയിംസിനുള്ള സംവിധാനങ്ങൾ സ്റ്റേഡിയത്തിലുണ്ടാകും. 2 ബാസ്കറ്റ്ബോൾ കോർട്ട്, 6 ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുകൾ, 4 വോളിബോൾ കോർട്ടുകൾ എന്നിവയാണ് ഒരുക്കുക. 2157.12 ചതുരശ്ര മീറ്ററാണ് നിർദ്ദിഷ്ട സ്റ്റേഡിയത്തിന്റെ വിസ്തീർണം. വസ്ത്രം മാറാനുള്ള മുറി, കോൺഫറൻസ് ഹാൾ, ഓഫീസ് മുറി എന്നിവയും സ്റ്റേഡിയത്തിലുണ്ടാകും. ഏകദേശം 1000 പേർക്ക് കളി കാണാനുള്ള സൗകര്യവും ഒരുക്കും. ഇതുകൂടാതെ ചുറ്റുമതിൽ, സോളാർ സംവിധാനം, പാർക്കിംഗ് സൗകര്യം എന്നിവ കൂടി ഉൾപ്പെട്ടതാണ് ഒറ്റപ്പാലത്തെ സ്റ്റേഡിയം പദ്ധതി. 2013 കാലത്താണ് സ്റ്റേഡിയം എന്ന ആശയത്തിന് തുടക്കം. സാങ്കേതികത്വങ്ങളിൽ കുരുങ്ങിയാണ് പദ്ധതി വർഷങ്ങൾ നീണ്ടത്. ആദ്യം സർക്കാർ സവിശേഷ വിദ്യാലയത്തിൽ വിഭാവനം ചെയ്ത പദ്ധതി പിന്നീട് കണ്ണിയമ്പുറത്തെ കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഭൂമിയിലേക്ക് മാറ്റാൻ നീക്കം നടന്നു. ഭൂമി കൈമാറ്റ സാങ്കേതിക കുരുക്കായതോടെ വീണ്ടും പദ്ധതി സർക്കാർ സവിശേഷ വിദ്യാലയത്തിൽ എത്തി. ആദ്യഘട്ടത്തിൽ ഇൻഡോർ സ്റ്റേഡിയം എന്ന് പേരിട്ടിരുന്ന പദ്ധതിക്ക് ഒറ്റപ്പാലം സ്റ്റേഡിയം എന്ന നിലയിലാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും. ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 25 വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ 916 HUID ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണാവസരം. സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം. ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. പ്രേംദീപ് ജ്വൽസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽക്കാഴ്ച 2024. ചിങ്ങം 1 മുതൽ 30 വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം. കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും. ഒപ്പം നിത്യഹരിത ഫെസ്റ്റ്, പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. ഓണത്തിനൊരുങ്ങൂ പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ്. കൂടാതെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷനും കൂടെ നടത്തുന്ന ഓണം സ്വർണോത്സവം 2024 ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 2.25 കിലോ സ്വർണ്ണ സമ്മാനം. ബമ്പർ സമ്മാനം 100 പവൻ, 1ാം സമ്മാനം 25 പവൻ, 2ാം സമ്മാനം 10 പവൻ, 3ാം സമ്മാനം 5 പവൻ. 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്. കൂടാതെ 10 കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും. പ്രേംദീപ് ജ്വൽസ് ഗോൾഡൻ ഡയമണ്ട്സ്, കോളേജ് റോഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച കവചം സൈറണുകൾ പ്രവർത്തന സജ്ജം. ദുരന്ത മുന്നറിയിപ്പ് യഥാസമയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ദുരന്ത നിവാരണ അതോറിറ്റി അട്ടപ്പാടി മേഖലയിൽ 3 ഉൾപ്പെടെ ജില്ലയിൽ 6 സ്ഥലങ്ങളിൽ കവചം സൈറണുകൾ സ്ഥാപിച്ചു സുരക്ഷാ കവചം ഒരുക്കിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ കേന്ദ്രീകരിച്ചു നിയന്ത്രിച്ചു സൈറൺ വഴി ശബ്ദ മുന്നറിയിപ്പ്, വിവിധ അലർട്ടുകൾക്ക് അനുസൃതമായി നൽകാൻ ഉദ്ദേശിക്കുന്ന 3 തരം അലാം എന്നിവ ഈ സംവിധാനത്തിന്റെ ഭാഗമായി ഉണ്ടാകും. മുതലമട ചുള്ളിയാർമേട്ട പ്രീമെട്രി ഹോസ്റ്റൽ, ഡഫ് സ്കൂൾ ഒറ്റപ്പാലം, GHSS കൊഴിഞ്ഞാമ്പാറ, GHSS അഗളി, മേലെ മുള്ളി സ്റ്റഡി സെന്റർ, അട്ടപ്പാടി, ITI എന്നിവിടങ്ങളിലാണ് ജില്ലയിൽ പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന കവചമുള്ളത്. സംസ്ഥാനത്തെ 86 കേന്ദ്രങ്ങളിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സൈറണുകൾ സ്ഥാപിച്ചതിനൊപ്പമാണ് ജില്ലയിൽ 6 ഇടങ്ങളിലും കവചം സൈറണുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. സ്കൂളുകൾ, മറ്റു പൊതുകെട്ടിടങ്ങൾ എന്നിവയിൽ സ്ഥാപിച്ച സൈറണുകളുടെ പ്രവർത്തനം വിജയകരമാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ധർ ഇതിനകം പരീക്ഷിച്ചു വിലയിരുത്തി കഴിഞ്ഞു. ഇതിനു പുറമെ ഫ്ലാഷ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. സംസ്ഥാന കൺട്രോൾ റൂമുകൾക്ക് പുറമെ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ഇതിലൂടെ അപായ മുന്നറിയിപ്പുകൾ നൽകാൻ സാധിക്കുമെന്ന് സംസ്ഥാന ദുരന്ത
നിവാരണ അതോറിറ്റി അധികൃതർ പറയുന്നു. വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ ബൈക്കിനെ പിന്തുടർന്ന് ഓടിച്ചയാളെന്ന് സംശയിച്ച് വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. പട്ടാമ്പി ട്രാഫിക് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോയ് തോമസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. പരാതി ഉണ്ടായതിന്റെ അടുത്ത ദിവസം തന്നെ ജോയ് തോമസിനെ പറമ്പിക്കുളത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഓങ്ങല്ലൂർ പാറപ്പുറത്ത് പറമ്പിൽ മുസ്തഫയുടെ 16 വയസ്സുള്ള വിദ്യാർത്ഥിയായ മകനെ കഴിഞ്ഞ വ്യാഴാഴ്ച വീട്ടിൽ കയറി മർദ്ദിച്ചെന്ന പരാതിയിലാണ് നടപടി. മുസ്തഫയുടെ പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പുതുതായി നിർമ്മിച്ച ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ നടപ്പാലം യാത്രക്കാർക്ക് തുറന്നു നൽകി. അറ്റകുറ്റപ്പണികൾക്കായി പഴയ നടപ്പാത അടച്ചതിനെ തുടർന്നാണ് പുതിയ പാലം തുറന്നത്. നല്ല വീതി കൂടിയ നടപ്പാതയാണ് പുതുതായി നിർമ്മിച്ചിട്ടുള്ളത്. ഇതിലൂടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും എത്താൻ കഴിയും. പുതിയ നടപ്പാതയുടെ 90% പണികളും പൂർത്തിയായതായി റെയിൽവേ അറിയിച്ചു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ നടപ്പാതയെ നിർമ്മിച്ചിട്ടുള്ളത്. ദിനംപ്രതി ഒട്ടേറെ യാത്രക്കാരെത്തുന്ന റെയിൽവേ സ്റ്റേഷനിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപ്പാലം നിർമ്മിച്ചത്. പഴയ പാലം പരിശോധിച്ച ശേഷം ബലക്ഷയമോ വീതി കുറവോ ഉണ്ടെങ്കിൽ പുതിയ പാലം നിർമ്മിക്കാനും റെയിൽവേ ആലോചിക്കുന്നുണ്ട്. പഴയ പാലം വഴിയുള്ള ലിഫ്റ്റിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. 50 വർഷത്തോളം പഴക്കമുള്ള നടപ്പാലമാണിത്. റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നവീകരണം, പാർക്കിംഗ് ഗ്രൗണ്ട്, പുതിയ റോഡ്, പ്രധാന കെട്ടിടം എന്നിവയുടെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ചുള്ളിയാർ ഡാമിൽ സ്ഥാപിച്ച സോളാർ ലൈറ്റുകളുടെ ബാറ്ററി മോഷ്ടിച്ചത് പുനഃസ്ഥാപിക്കാത്തതിനാൽ ചുള്ളിയാർ ഡാം ഇരുട്ടിൽ. 46-ലധികം തൂണുകളിൽ സ്ഥാപിച്ച ലൈറ്റുകളുടെ ബാറ്ററികളാണ് മാസങ്ങൾക്ക് മുൻപ് മോഷ്ടാക്കൾ കവർന്നത്. ഇതുവരെ ബാറ്ററികൾ പുനഃസ്ഥാപിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. പരമാവധി സംഭരണ ശേഷിയിൽ എത്താനായ ജലനിരപ്പുള്ള ചുള്ളിയാർ ഡാമിൽ സുരക്ഷ ശക്തമാക്കേണ്ട സാഹചര്യത്തിലാണ് ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച വിളക്കുകൾ പ്രകാശിക്കാതായത്. ഓരോ തൂണിലും താഴെ സ്ഥാപിച്ച ബാറ്ററി ബോക്സ് പൂട്ടുപൊളിച്ചാണ് ബാറ്ററി കവർന്നതെന്നതിനാൽ പുതിയ ബാറ്ററി എങ്ങനെ സ്ഥാപിക്കുമെന്നറിയാതെ അധികൃതരും കുഴങ്ങിയ നിലയിലാണ്. ഡാമിനകത്ത് ഹൈമാസ്റ്റ് ലൈറ്റും കണ്ണടച്ചതിനാൽ സന്ധ്യയായാൽ നിറഞ്ഞു നിൽക്കുന്ന ഡാമിനകത്ത് പരിശോധനയ്ക്ക് പോലും ഉദ്യോഗസ്ഥർക്ക് എത്താൻ സാധിക്കാത്ത അത്രയും ഇരുട്ടാണുള്ളത്. ഓറഞ്ച് അലർട്ടിൽ എത്തി നിൽക്കുന്ന ജലനിരപ്പ് ഉയർന്നാൽ അതീവ സുരക്ഷ ആവശ്യമുള്ള ചുള്ളിയാർ ഡാമിൽ വൈദ്യുത ലൈൻ ദീർഘിപ്പിച്ച് ബൾബുകൾ പ്രകാശിപ്പിക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേശീയപാത പന്തലാംപാടത്ത് നിന്ന് ആരംഭിച്ച് മലയോര പാത വഴി മുതലമടയിലെത്തുന്ന മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമായി. വടക്കഞ്ചേരി ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ ഗതാഗത കുരുക്കും അപകടങ്ങളും നിത്യസംഭവമാകുമ്പോൾ പുതിയ പാത യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് മലയോര ജനത പറയുന്നു. എന്നാൽ പുതിയ പാതയ്ക്ക് പകരം സംസ്ഥാന പാത വികസിപ്പിക്കാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ തീരുമാനം. ദേശീയപാത പന്തലാംപാടത്ത് നിന്ന് നിലവിലെ പനംകുറ്റി കോരഞ്ചിറ മലയോര ഹൈവേ വഴി വന്ന് കൊന്നക്കൽ കടവ്, അമ്പിട്ടൻ തരിശ്, വക്കാല, മംഗലം ഡാം, ഒലിപ്പാറ, കരിമ്പാറ വഴി പോത്തുണ്ടിയിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്ന് അളുവശ്ശേരി, എലവഞ്ചേരി, പനങ്ങാട്ടിരി, പയ്യന്നൂർ എന്നിവിടങ്ങളിലെ നിലവിലുള്ള പഞ്ചായത്ത് റോഡുകൾ വഴി നെന്മേനി, ചീരണിയിൽ എത്തുന്നതായിരുന്നു പുതിയ പാത. ഇതിന്റെ സർവേ നടത്തിയെങ്കിലും ഇപ്പോൾ പാതയ്ക്ക് പദ്ധതിയില്ലെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ഈ പാത വന്നാൽ കൊല്ലങ്കോട്, നെന്മാറ, ചിറ്റിലഞ്ചേരി, മുടപ്പല്ലൂർ വഴിയുള്ള സംസ്ഥാന പാതയിലെ തിരക്ക് ഒഴിവാക്കാനാവും. മംഗലം ഡാം, പോത്തുണ്ടി ഡാം, നെല്ലിയാമ്പതി, ചുള്ളിയാർ ഡാം, പറമ്പിക്കുളം മേഖലയിലെ ടൂറിസം വികസനത്തിനും ഇത് ഉപകരിക്കും. മലയോര ഹൈവേ ചുള്ളിയാർ ഡാമിനടുത്ത് എത്തിച്ച് മുതലമട പഞ്ചായത്തിലെ പ്രദേശങ്ങളിലൂടെ സംസ്ഥാന പാതയിലെ തിരക്ക് ഒഴിവാക്കി യാത്ര ചെയ്യാനും കാർഷികോൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനും പാത ഏറെ സഹായകരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുതലമട, നെന്മാറ, അയലൂർ
വള്ളിയൂർ, വണ്ടാഴി, കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി പഞ്ചായത്തുകളിലെ നിലവിലുള്ള പൊതുമരാമത്ത് പഞ്ചായത്ത് പ്രധാനമന്ത്രി സഡക് യോജന പാതകൾ മലയോര ഹൈവേയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചാൽ ചെലവിലും സ്ഥലം ഏറ്റെടുക്കുന്നതിലും കുറവ് വരും. സംസ്ഥാന പാതയ്ക്ക് സമാന്തരമായി മലയോര പാത വരുന്നതോടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വേഗം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുമാകും. ജില്ലയിലെ തന്നെ മലയോര മേഖലകളിൽ കൂടി പോകുന്ന മണ്ണാർക്കാട്, പാലക്കാട്, ചിറ്റൂർ താലൂക്കുകളിലെ മലയോര ഹൈവേ യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാണ്. പഞ്ചായത്തുകളുടെ പ്രധാന പാത മലയോര ഹൈവേ ആകുന്നതോടെ പഞ്ചായത്തുകൾക്ക് പുതിയ പാതകൾ ഏറ്റെടുത്ത് നവീകരിക്കാനും നീളം കൂടിയ പാതകൾ മലയോര ഹൈവേയിലേക്ക് നൽകി പരിപാലന ചെലവ് കുറയ്ക്കാനും കഴിയും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താരസംഘടന അമ്മ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെച്ചു. ഭരണസമിതിയും പിരിച്ചുവിട്ടു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പാലക്കാട് നഗരത്തിൽ മഹാശോഭയാത്ര. ഓണം അടുത്തു. സ്പെഷ്യൽ ട്രെയിനുകൾ കേരളത്തിനില്ല. മുണ്ടൂർ പൂതനൂരിൽ 3 വയസ്സുകാരിക്ക് തെരുവുനായയുടെ കടിയേറ്റു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.